ഇതാണ് നമ്മുടെ അലോക് സാർ. ആളൊരിത്തിരി ചൂടനാണ്, എങ്കിലും ആള് പാവമാണ്. ഇവനാണ് ആദം PK. ആളൊരിത്തിരി കില്ലാടിയാണ്. തർക്കുത്തരം പറയലാണ് ഇവന്റെ മെയിൻ. ഇവനാണ് വോൾഫ്ര KK. ആളൊരു ബുജിയാണെന്നാണ് സ്വയം വെയ്പ്പ്, പക്ഷെ ആളൊരു മണ്ടനാണ്. ഇവനാണ് ആൻഡ്രുമോൻ. ആളൊരിത്തിരി എടുത്തുചാട്ടക്കാരനാണ്, അതുപോലെ തന്നെ പേടിത്തൊണ്ടനുമാണ്. ഇവൻ മാക്സിം JP. സ്വയം പുകഴ്ത്തലാണ് മക്കളെ ഇവന്റെ മെയിൻ. കൂടാതെ പെപ്സി പ്രിയൻ കൂടിയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. സാർ ഇന്നലെ കിടന്ന് ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് സാർ. ഇപ്പോൾ ഓക്കെയാണ് സാർ. അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആദം PK, പ്രസന്റ് സാർ. വോൾഫ്ര KK, പ്രസന്റ് സാർ. ആൻഡ്രുമോൻ S, പ്രസന്റ് സാർ. മാക്സിം JP, പ്രസന്റ് സാർ. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ON TAP അടിക്കാമെന്നാണ്. അപ്പം എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണോ? യെസ് സാർ. സാർ ഇതെനിക്ക് ആൾറെഡി അറിയാം സാർ. ആണോ? എന്നാ മോൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കും, ഞാൻ അവിടെ വന്നിരിക്കാം. സോറി സാർ. പിന്നെ മിണ്ടായിരുന്നോളാം, ഞാൻ പറയും അതങ്ങ് കേട്ടോണ്ടാ മതി. കേട്ടാ മോൻ? സോറി സാർ, ഞാൻ ചുമ്മാ പറഞ്ഞതാ സാർ. അതിനു മുമ്പ് ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു എനിമിയുടെ മുന്നിൽ പെട്ട് നിൽക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ നീ തന്നെ ആദ്യം പറ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? സാർ ഒന്നും നോക്കില്ല, ഞാൻ അവന്റെ മണ്ട അടിച്ചാൽ കയറും. ഓ അങ്ങനെയാണല്ലേ, നീ ഒരു കില്ലാടി തന്നെ. വോൾഫ്ര, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ മുമ്പിൽ ഒരു എനിമി വന്ന് നിൽക്കുവാണ്, നിന്റെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ട്, നീ കവർ എടുത്ത് നിൽക്കുവല്ല, നീ എന്ത് ചെയ്യും? സാർ ഞാൻ ആദ്യം അവന്റെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു കവറൊക്കെ എടുത്തിട്ട് അടിക്കത്തുള്ളൂ. കൊള്ളാം. അടുത്ത് നിൽക്കുന്നവൻ്റെ നിരീക്ഷിക്കുക. കൊള്ളാം, നീ എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ. നീ കൊള്ളാം. നീയും അവനെപ്പോലെ അല്ല, നീ അതിനേക്കാളും വലിയ കില്ലാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ അവനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവൻ നിൻ്റെ തല അടിച്ച് പൊട്ടിക്കും മണ്ട. അവൻ നമുക്ക് എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല ബുദ്ധിമാന്മാരാണെന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത് നമ്മുടെ ആൻഡ്രുമോൻ്റെ അടുത്ത് ചോദിക്കാം. ആൻഡ്രുമോനെ, നിൻ്റെ മുമ്പിൽ ഇപ്പം എനിമി വന്ന് നിൽക്കുവാണ്, അപ്പം നിൻ്റെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. സാർ ഞാൻ അവനെ കണ്ണിൽ തന്നെ തീക്ഷ്ണമായിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവനെ കണ്ണൊന്ന് അടയുന്ന സമയത്ത് ഞാൻ കണ്ടം സെറ്റ് ചെയ്ത് ഓടും സാർ. കൊള്ളാം. നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അല്ല, അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്രയും പിള്ളേർ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. അത് ക്ലാസ് കഴിഞ്ഞിട്ട് നീ എന്നോടൊന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിനക്ക് എന്താണ് പറ്റിയ പണിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നീ കണ്ട സെറ്റ് ചെയ്ത് ഓടിക്കൂ. മാക്സിമേ, നീയാണെ എന്ത് ചെയ്യും? ഇവർ ചെയ്ത കണക്കാണ് നീയും ചെയ്യാൻ പോകുന്നത്. നീ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. സാറിന് അറിയാലോ ഞാൻ സകലകല വല്ലഭനാണെന്ന്. ഞാൻ 2 അടി പുറകോട്ട് വെച്ച് ഗൺ സ്വിച്ച് ചെയ്ത് റീലോഡ് ചെയ്ത് വലത്തോട്ട് നോക്കി ഇടത് പിടിച്ച് ഓടും സാർ. ഇത് കണ്ട് ഞാൻ പിന്മാറില്ല സാർ. ഞാൻ പേടിച്ച് ഓടിയെന്ന് വിചാരിച്ച് അവൻ പുറകെ വരുമ്പോൾ ഞാൻ ഷോട്ട് കണ്ടെടുത്ത് അവൻ്റെ തല കൊണ്ടടിച്ച് പൊട്ടിക്കും സാർ. അതാണ് വേണ്ടത്. നീയെങ്കിലും എനിക്കൊരു നല്ലൊരു മറുപടി തന്നല്ലോ മാക്സിം. കണ്ടു പഠിക്ക് ആദമേ, ഇങ്ങനെ നട നീ കളിച്ചോണ്ട്. ആരാണത്? ക്ലാസ് ഇരുന്ന് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പെർമിഷൻ എടുക്കണ്ടേ മാക്സിം? ഇതിന് എത്രയും പൊക്കി പറഞ്ഞിട്ട് നീ എന്താണ് കാണിക്കുന്നത്? സോറി സാർ, വെള്ളം തായിച്ചിട്ടാ. നോ എക്സ്ക്യൂസ്. ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ സാർ. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ON TAP എന്താണെന്ന് അറിയാമല്ലോ. അതായത് നമ്മുടെ ഷോട്ട് ഗൺ അല്ലെങ്കിൽ എന്തെങ്കിലും തോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ അവൻ്റെ തലയ്ക്ക് അടി കൊണ്ട് എനിമിയെ, നമ്മുടെ എതിരാളിയെ വീഴ്ത്തുന്ന ഒരു ട്രിക്കിനെയാണ് ON TAP എന്ന് പറയുന്നത്. ഈ ON TAP 3 തരമായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് കിടന്നിട്ട് ചാടിയടി, അതായത് പ്രോൺ ആൻഡ് ജംപ് ON TAP എന്ന് ഇതിനെ ഇംഗ്ലീഷിൽ പറയും. രണ്ടാമത്തത് പൊക്കിയടി, അതായത് ഡ്രാഗ് അപ്പ് ON TAP എന്ന് പറയും. മൂന്നാമത്തത് ഇമോട്ട് ഇട്ട് നീട്ടിയടി, അതായത് ഇമോട്ട് ഷോട്ട് എന്ന് പറയും. ഇമോട്ട് ON TAP എന്ന് പറയും. ഈ പേരുകൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. അതായത് നമ്മുടെ ഗരേനയുടെ അടുത്ത് വരാൻ പോകുന്ന വാർഷിക പരീക്ഷയിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. പേരുകൾ ആരും മറന്നു പോകരുത്. സാർ എങ്ങനെയാണ് ഈ കിടന്നിട്ട് ചാടി അടിക്കുന്നത്? നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നീ ഉദ്ദേശിച്ച അടിയല്ല. എൻ്റെ അടുത്ത് ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, തോക്കി കയറി വെടിവെക്കരുതെന്ന്. കേട്ടല്ലോ? ലാസ്റ്റ് ചാൻസ്. ഞാൻ പറയും കേൾക്കും. ഓക്കെ സാർ. സോറി അറിയാതെ വന്നു പോയതാ.
അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് കിടന്നിട്ട് ചാടി അടിക്കേണ്ടതെന്ന് നോക്കാം. അതായത് പ്രോൺ ആൻഡ് ജംപ് വൺ ടാപ്പ് എന്ന് ഇതിനെ പറയും. അതിനായിട്ട് നമ്മുടെ മുൻപിൽ, അതായത് നമ്മുടെ മുൻപിൽ ഒരു എനിമി നിൽക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നൈസായിട്ട് നമ്മൾ തറയിൽ കിടക്കുക. നമ്മുടെ പട്ടാളക്കാർ കിടക്കുന്ന പോലെ തറയിൽ കിടന്ന ശേഷം നമ്മുടെ കയ്യിൽ തോക്ക് സ്വിച്ച് ചെയ്ത് വെക്കുക. ശേഷം നമ്മുടെ ചാടുന്ന ബട്ടണിൽ ഞെക്കിയ ഉടൻ തന്നെ ഫയർ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പിൽ പൊക്കി കൊടുത്ത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷോട്ട് കിട്ടുന്നതാണ്. സാറേ ഒരു ഡൗട്ട് ഉണ്ട് സാറേ. ചോദിച്ചോളൂ, സംശയങ്ങളൊന്നും നല്ലതാണ്. സാർ ഫയർ ബട്ടൺ ഞെക്കിട്ട് ചാടിയാലോ? ഒന്നാമതായിട്ട് നീ എൻ്റെ കയ്യിരിക്കണ മേടിച്ചിട്ടേ അടങ്ങും. നീ കിടന്നിട്ട് ഉറങ്ങോ അതേ ഉറങ്ങിയിട്ട് കിടക്കുമോ? പറയണ പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം ചെയ്യാനുള്ളത് ആദ്യം, രണ്ടാമത് ചെയ്യാനുള്ളത് രണ്ടാമത്. അപ്പോൾ ബാക്കി എല്ലാവർക്കും മനസ്സിലായോ അത്? അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കിലോട്ട് പോകാം. അടുത്ത ട്രിക്കാണ് ഡ്രാഗപ്പ്, അതായത് പൊക്കിയടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒണ്ടാപ്പാണ്. ഇത് നമ്മുടെ വേൾഡ് ഫേമസ് നൂബ് പ്ലെയറായ നമ്മുടെ ജോസഫ് ഇത്തിരി കണ്ടാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ എനിമിയുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് സ്പോട്ട് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് നമ്മുടെ എയിം അവരുടെ ബോഡിയിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ പൊക്ക് ടഫേ അവൻ്റെ തല ചെന്നി ചിതറി വീഴും കേസ്. അത് പൊളിക്കും. ഇത് ഞാൻ ട്രൈ ചെയ്യും സാർ. ഒരാളെങ്കിലും ഉണ്ടല്ലോ, അത് മതി. ആൻഡ്രൂ, ആദം, ഓൾഫ്ര, എല്ലാവർക്കും മനസ്സിലായോ? എന്തേലും മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രിക്കിലേക്ക് പോകാം. ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് ഇമോട്ട് ഇട്ട് നീട്ടിയിടിയാണ്, അതായത് ഇമോട്ട് ഡ്രാഗപ്പ് എന്ന് പറയും. ഇതിപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ട്രിക്കാണ്, പ്രോ ട്രിക്കാണ്. ആദ്യം നമ്മളിത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ലപോലെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ വലിയ യൂട്യൂബറും നമ്മുടെ വലിയ പ്ലെയറുമായിട്ടുള്ള നമ്മുടെ വാസുവണ്ണൻ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഈ ട്രിക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ട്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ മാക്സിമം ലോങ് റേഞ്ച് മിഡ് റേഞ്ച് മാത്രമേ നോക്കാവൂ. അത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഷോർട്ട് റേഞ്ച് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കളി കണ്ടിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലോങ് റേഞ്ച് മിഡ് റേഞ്ച് നോക്കുക. അതിനുശേഷം മാത്രം ഷോർട്ട് റേഞ്ചിലോട്ട് വരിക. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇമോട്ട് സെലക്ട് ചെയ്യുക. അതായത് ലെജൻഡറിയോ എന്ത് ഇമോട്ടായാലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ എനിമിയുടെ ദേഹത്തായിട്ട് എയിം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഇമോട്ട് ഇട്ട ശേഷം എനിമിയുടെ കറക്റ്റ് ദേഹത്ത് എവിടെയെങ്കിലും റെഡ് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഗൺ സ്വിച്ച് ഒന്ന് നേരെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫയർ ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഫയർ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഹെഡ് കയറുന്നതാണ്. ഞാൻ വലിയ പ്രോ ആയതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് റേഞ്ച് കാണിച്ചു തരുന്നത്. നിങ്ങൾ ലോങ് ആൻഡ് മിഡ് പഠിച്ചതിന് ശേഷം മാത്രം ഷോർട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പം ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഈ 3 ട്രിക്കിൽ ഏത് ട്രിക്കാണ് ഇഷ്ടമായെന്ന് പറയാം. അപ്പം ആദ്യം നമ്മുടെ ആദം തന്നെ പറയാം. ആദം, നിനക്ക് ഏത് ട്രിക്കാണ് ഇഷ്ടമായത്? സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ട കിടന്നാടി തന്നെയാണ്. കിടന്നടിയോ? അതേതടി? അതെൻ്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നല്ലോ. എന്റെ പൊന്നു സാറേ, ഞാൻ കിടന്നടിയല്ല ഉദ്ദേശിച്ചത്, ഞാൻ കിടന്നിട്ട് ചാടി അടിയാണ് ഉദ്ദേശിച്ചത്. പ്രോൺ ആൻഡ് ജമ്പ് വൺ ടാപ്പ്. ഓക്കെ. നമ്മുടെ വോൾഫ്ര, നിനക്ക് ഏതാണ് ഇഷ്ടമായത്? സാർ, എനിക്ക് ഇമോട്ട് ഇട്ട് നീട്ടി അടിക്കുന്നതാണ് സാർ ഇഷ്ടമായത്. സാർ, എനിക്കും അത് തന്നെയാണ് സാർ ഇഷ്ടമായത്. മാക്സിമേ, അപ്പോൾ നിനക്ക് ഏതാണ് ഇഷ്ടമായത്? സാർ, എനിക്ക് പൊക്കിയടിയാണ് ഇഷ്ടമായത്. ഡ്രാഗപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായില്ല. ഇഷ്ടമായി സാർ. ആർക്കാടാ ഇഷ്ടമാവാത്തത്? എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായി സാർ. ശരി. അപ്പോൾ കൃത്യം നാളെ 10 മണിക്ക് തന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാം നിങ്ങൾ നാളെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരണം കേട്ടോ. അപ്പോൾ ശരിയെന്നാ. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. അങ്ങനെ മണ്ടം പോയി. ആരടാ അത്? ഞാനല്ല. അപ്പൊ ഗുഡ് നൈറ്റ് സാർ. വീഡിയോ കണ്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ ഇനി മുതൽ നമ്മൾ ഡെയിലി ലൈവ് കണ്ടന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.